പ്രവർത്തനം നിർണായകമാവുന്നത് ഇനി ആ കനാലിലുള്ള പരിശോധനയാണ്. തമ്പാനൂർ ഒരുപക്ഷെ പരിചിതമായ എല്ലാവർക്കും അറിയാം. ഒരു ദുഷ്കരമായ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. കാരണം ആമയിഴഞ്ചാൻ തോടുന്നത് നഗരത്തെ ചുറ്റിപ്പോകുന്ന ഒരു മാലിന്യവാഹിനിയായ ഒരു തോടാണ്. കാരണം അവിടെ ജലമൊഴുക്ക് നിലച്ച ഇടമാണ്. മാത്രമല്ല പലവിധ ശ്രമങ്ങൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ട് കൂടി മാലിന്യ നിക്ഷേപം ഒരു തരത്തിലും അവിടെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഒടുവിൽ അത് എത്തി തമ്പാനൂരിൽ നിന്നും റെയിൽവേയുടെ സ്ഥലത്തുകൂടി ഒഴുകിയാണ് മറ്റിടത്തേക്ക് പോകുന്നത്. പക്ഷേ അത് പോകുന്ന വഴിയിലാണ് റെയിൽവേ ട്രാക്ക് വരുന്നത്. സ്വാഭാവികമായ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ ഒരു കനാൽ നിർമ്മിച്ച കനാലിനകത്തൂടെയാണ് വെള്ളം പോകുന്നത്. അതായത് ആമയിഴഞ്ചാൽ തോട് ഒഴുകി വരുന്ന ആ വലിയ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കനാലാണ്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമായി പലപ്പോഴും വിലയിരുത്തിയതും അതാണ്. അതിൽ കോർപ്പറേഷനും റെയിൽവേയും എക്കാലവും പഴിചാരിയാണ് പോകുന്നത്. ഈ കേസിലും അതുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ വിവാദങ്ങൾക്കപ്പുറം രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം വേണ്ടത്. ആ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതിന് ആ തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ജോയ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യത്തെ ദൗത്യം. അതിൻ്റെ ഒരു ഭാഗം പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു ഭാഗത്തെ പരിശോധനയാണ് ഇനി പൂർത്തിയാവാനുള്ളത്. അതല്ല, മറ്റു സാധ്യതകളിലേക്ക് അന്വേഷണം നടക്കണമെങ്കിൽ കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, അതായത് ഈ പാർവതി പുത്തനാറിലേക്ക് എത്തി ആമയിഴഞ്ചാൽ തോട് പാർവതി പുത്തനാറുമായി സംയോജിച്ച് പിന്നെ പാർവതി പുത്തനാർ ഒടുവിൽ പൊഴിയിൽ എത്തി അത് കായലിൽ തുടർന്ന് കടലിലേക്കൊക്കെ പോകുന്ന വലിയ വലിയ സാധ്യതകളിലേക്ക് അന്വേഷണം നടക്കേണ്ടി വരും. പക്ഷേ അത്രയും പോവേണ്ടി വരുമോ? കാരണം അത്രയും ജലത്തിൻ്റെ ഒരു ഒഴുക്ക് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തു സംഭവിച്ചു എന്നാണ്. ഒരു പക്ഷേ മൃതദേഹം ജോയ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാൻ തന്നെയാവാം സാധ്യത എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അത്തരം സാധ്യതകൾ തന്നെയാണ് തേടുന്നത്. ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലേക്കും തുറന്നു പോകുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം ഇടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിലൂടെ കടന്നു പോകുന്ന, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ തമ്പാനൂർ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും അങ്ങേയറ്റത്തുള്ള ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന, അതിനെ ക്രോസായി കടന്നു പോകുന്നതാണ് ഈ പാസേജ്. അതിൽ ഇടയ്ക്ക് സ്ലാബുണ്ട്. ആ സ്ലാബ് ഓപ്പൺ ചെയ്തുള്ള പരിശോധനകളും ആ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. അത്തരം പരിശോധന ഇന്നലെ നടന്നു. എന്തായാലും ഈ കനാലിനുള്ളിലെ പരിശോധനയാണ് നിർണായകമാവുന്നത്. ആ പരിശോധനയാണ് ഇപ്പോൾ നടക്കേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്ര കണ്ട് ദുഷ്കരമായ ദൗത്യമാണ് ദൗത്യസേനാംഗങ്ങൾ, രക്ഷാദൗത്യം നടത്തുന്നവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. സ്കൂബ ടീം അംഗങ്ങളൊക്കെ അവിടേക്ക് ഇറങ്ങി ആ മാലിന്യ കൂമ്പാരത്തിനുള്ളിലൂടെ പരിശോധന നടത്തേണ്ടി വരുന്നു എന്നതാണ് ദുഷ്കരമാവുന്നത്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ വെള്ളക്കെട്ടുകളിലും മറ്റും ഇത്തരം രക്ഷാദൗത്യം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദുഷ്കരമാവുന്നത് ഇതൊരു വലിയ മാലിന്യവാഹിനിയായ ഒരു തോടാണ്. അവിടെ അതിരൂക്ഷമായ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ഈ അന്വേഷണ സംഘം എത്തുന്ന ഇടങ്ങളിലെല്ലാം സ്ലാബിന് സമാനമായ രീതിയിൽ മാലിന്യം കത്തിപിടിച്ചു നിൽക്കുന്നു എന്നതാണ് അല്പസമയം മുമ്പ് ആ രക്ഷാസേനാംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയ കാര്യവും. അത്തരം ദുഷ്കരമായ ദൗത്യത്തിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദ് നേരത്തെ വിശദീകരിച്ചു. ഒരു ക്യാമറ കടത്തി വിട്ടുകൊണ്ട് കനാലിലെ മൂവ്മെന്റ് അറിയാനുള്ള ശ്രമം. പക്ഷേ അവിടെ തടസ്സമായി പറഞ്ഞത് അതിൻ്റെ ഫാനിൻ്റെ മൂവ്മെന്റ് തടസ്സപ്പെടുന്നു എന്നതാണ്. ആ ദൗത്യം ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? ഒപ്പം വിനോദ് നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് വിശദമാക്കാമോ? സൈത്ത് ഈ ട്രാക്കോ എന്ന സംവിധാനത്തിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ ടണലിനുള്ളിലെ മാലിന്യങ്ങൾ ഈ ക്യാമറ മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇതിന് മുന്നിലൊരു ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോവുകയാണ് ഈ ദൃശ്യങ്ങൾ ഇവിടുത്തെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഇത്രയധികം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുകൊണ്ട് തന്നെ അതിന് സഞ്ചരിച്ചു പോകുന്നതിനുള്ള പ്രയാസമുണ്ട്. മുന്നോട്ട് സഞ്ചരിച്ചു പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ സ്കൂബ ടീം അംഗങ്ങളും പ്രവേശിക്കുന്നത്. അതായത് ക്യാമറയും സ്കൂബ ടീം അംഗങ്ങളും ഒരേ കവാടത്തിലൂടെയാണ് ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി ഈ സ്കൂബ ടീം അംഗങ്ങൾ നീക്കുന്ന മാലിന്യം നീക്കി ഒരുപക്ഷെ അത് അവർക്ക് കുറച്ചുകൂടി പുറത്തേക്ക് നിന്ന്, അതായത് തീർത്തും ഉള്ളിലേക്ക് പോകാതെ കുറച്ചുകൂടി പുറത്തേക്ക് നിന്ന് മാലിന്യങ്ങൾ നീക്കാനുള്ള ഒരു സംവിധാനമുണ്ടെങ്കിൽ അവർക്ക് മുന്നിലൂടെ കുറച്ചുകൂടി മുന്നിലൂടെ ക്യാമറയ്ക്ക്
സഞ്ചരിച്ചു പോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ സംഘാംഗങ്ങൾ എത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി മുൻവശത്തേക്ക് ടണലിനുള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, സൂചനകൾ ലഭിക്കുമെന്ന പ്രത്യാശയാണുള്ളത്. ഏതായിരുന്നാലും ഈ ടണലിനുള്ളിലേക്ക് കയറിയുള്ള നടപടികൾ അത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ സംവിധാനത്തിന്റെ സിഇഒ ഉണ്ട്. ജെൻ റോബോട്ടിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ സിസ്റ്റം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. അതിന്റെ സിഇഒ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ആക്ച്വലി ഇതൊരു അണ്ടർ വാട്ടർ ROV ആണ്. ഇത് നമ്മൾ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തതല്ല. നമ്മുടെ റിഫൈനറിയിലൊക്കെ ഡീസൽ അഡ്ജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതിപ്പോൾ ഇന്നലെ രാത്രി ഈ ഒരു സിറ്റുവേഷന് വേണ്ടി റീമോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു പവർഫുൾ ആയിട്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള റോവറാണ് വിച്ച് ക്യാൻ ഗോ ഇൻസൈഡ് ആൻഡ് സീ ദ ക്യാമറ വാട്ടർ പ്രൂഫ് ആണ്. അതുകൂടാതെ IP68 നൈറ്റ് വിഷനും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ വൺസ് അപ്പോൾ എപ്പോഴും നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ത്രൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡിപ്ലോയ് ചെയ്തിട്ട് ഫർദർ ഇൻസ്ട്രക്ഷൻ ചെയ്തു. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ പോകുമ്പോൾ അവർ മാലിന്യം നീക്കുമ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് ക്യാമറയ്ക്ക് പോകാൻ പറ്റും. ആ ഒരു രീതിയിലൊരു കോമ്പിനേഷൻ നോക്കുന്നത്. 2 ടീമുണ്ട്. ഫയർ സർവീസും ഉണ്ട്, അതുകൂടാതെ NDRF ഉണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ഇൻസ്ട്രക്ഷൻസ് ടു ഡു നെക്സ്റ്റ് സ്റ്റെപ്സ്. ക്യാമറയുടെ മുന്നിൽ ഒരു ഫാനാണ്. എങ്ങനെ ഇതിന്റെ മുമ്പോട്ട് പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. അതായത് ബേസിക്കലി ഒരു സബ്മറൈൻ മാതിരി അത് ആക്ട് ചെയ്യും. പ്രൊപ്പല്ലർ ബേസ്ഡ് ആയിട്ട്, ഹൈഡ്രോളിക് ബേസ്ഡ് പ്രൊപ്പല്ലർ ആയിട്ട്. വെള്ളത്തിൽ മുങ്ങിയാണ് പോകുന്നത്. വെള്ളത്തിൽ മുങ്ങിയിട്ടും പോവാം, ഫ്ലോട്ട് ചെയ്തിട്ടും പോകാം. എങ്ങനെ വേണമെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇത് എത്ര ഫ്രെയിമായി? ഇതിന്റെ ഫ്രെയിമുകൾ എത്രയാണ്? ഒറ്റ ഫ്രെയിം മൊത്തം 3 ക്യാമറകളുണ്ട്. ഒന്ന് ഫ്രണ്ടും 2 സൈഡായിട്ട് കാണുന്ന രീതിയിൽ. അതാണ് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത്ര ദൂരം ഇത് പോയിട്ടുണ്ടാവും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. പക്ഷേ റൈറ്റ് നൗ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഇതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് വയറിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനത്തെ ഡിറ്റർമിനേഷൻ എടുക്കാൻ വേണ്ടി എത്ര ദൂരം പോയിട്ടുണ്ടെന്ന്. മാലിന്യം അടിഞ്ഞുകൂടിയത് നമുക്ക് ഇപ്പോൾ അതെ, അതായത് ഒരു 10 മീറ്ററോളം നല്ല വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ആള് ഈ ഒരു ഗ്യാപ്പിലായിരിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ. അതായത് ഈ മാലിന്യം ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഏതായിരുന്നാലും എല്ലാ സാധ്യതകളും പരിശോധിച്ചുള്ള ഒരു തിരച്ചിലാണ് മുന്നോട്ട് പോകുന്നത്. സൈക്കിൾ അത്തരത്തിലവിടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ദുഷ്കരമായ ദൗത്യം, ആ ദൗത്യം തുടരുകയാണ്. ബാൻഡിക്കൂട്ട്, അതായത് ജെൻ റോബോട്ടിക്സിന്റെ ഈ മാൻഹോൾ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള യന്ത്രം, അത് കേരളത്തിന് വളരെ പരിചിതമാണ്. കേരളത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ചില യുവാക്കൾ ചേർന്ന് അവർ നടത്തിയ ദൗത്യം അത് മുമ്പും വളരെ ശ്രദ്ധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായതുമാണ്. എന്തായാലും ഇവിടെയും രക്ഷാപ്രവർത്തനത്തിന് അത്തരമൊരു റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇത്തരം ഇടുങ്ങിയ ഇടങ്ങളിലൂടെ മനുഷ്യന് കടന്നു പോകാൻ ദുഷ്കരമായ ഇടത്തൂടെ ഇത്തരം റോബോട്ടിക് സംവിധാനത്തിലൂടെ കടന്നു എന്നുള്ള പരിശോധന, അതാണിപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവിടെയും തടസ്സമാവുന്നത് മാലിന്യം എന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്നത് ഈ റോബോട്ടിക് സംവിധാനത്തിൽ കടന്നു പോകുന്നതിനും തടസ്സമുണ്ടാക്കുന്നു എന്നതാണ്. എന്തായാലും ദുഷ്കരമായൊരു ദൗത്യമാണ്, അങ്ങേയറ്റം ദുഷ്കരമായ ദൗത്യം, സമാനതകളില്ലാത്ത ദൗത്യം. അതാണ് ആ ദൗത്യസംഘം അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ്